ഗേൾസിനാണ് ടിഷ്യൂടെ സ്കേർട്ട് വരാറുണ്ട്, ബേബി ബോയ്സിന് ടിഷ്യൂസ് വരാറില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ ടിഷ്യൂടെ ധോത്തിയും കൂടി ഉണ്ട്. ഫാമിലി ആയിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഇതിൽ നമുക്ക് പ്ലെയിൻ ഷർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ടിഷ്യൂ മുണ്ടും കൂടി പാർ ചെയ്തിട്ടുണ്ട് ബേബി ബോയിന്. സോ ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ഗേൾസിന് ഒരു കെട്ട്, അതാച്ചും നെക്കിൽ മാത്രം കെട്ടിന് ടൈപ്പ് ചെയ്ത് ബാക്ക് ഹാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈബിസ്കസ് പാറ്റേണിൽ ചെയ്ത ഫ്ലോറൽ ഡിസൈൻ ഫ്രോക്കും അതിൻ്റെ കൂടെ പാരയിന് ഒരു റെഡ് കളർ സെയിം ഫ്ലോറൽ തീമിൽ വരുന്ന സെറ്റ് മുണ്ടും അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ബ്ലൗസ് പീസും. ബേബി ബോയിന് നമ്മൾ ചെയ്ത കോസ്റ്റ്യൂമാണിത്. സോ ഇതിൽ നമുക്ക് ചെറിയ ഒരു പ്രിൻറ്റും കൂടി വെച്ച് വിഷുവിന് ബേബീസ് അല്ലേ, സോ ബേബീസിന് വേണ്ടി ഒരു ചെറിയ കൃഷ്ണയുടെ പ്രിൻറ്റ് വെച്ച് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 2 to 3 ഇയറുടെ കുർത്തയും അതിന് മാച്ചിങ് ആയിട്ട് ഒരു മുണ്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനും അതുപോലെ ഷോർട്ട് കുർത്ത ചെയ്തിട്ടുണ്ട്, മാച്ചിങ് മുണ്ടിൽ ബോർഡറും കൂടി അടിച്ചിട്ടുണ്ട്. ലോട്ടസ് അല്ലേ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളത്, സോ ലോട്ടസിൽ നമുക്ക് സ്കേർട്ടും ആ സെയിം മാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പീച്ചിലും ടോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫാമിലിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മാച്ചിങ്ങിന് അഡൾട്ട്സ് അച്ഛന് നമുക്ക് കുർത്തയും അടിക്കാം, അമ്മയ്ക്ക് സെയിം സ്കേർട്ടും അതിൻ്റെ കൂടെ ബ്ലൗസും കൂടെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാം. റെഡ് ബനാറസ് ബ്രൊക്കേഡ് വെച്ച് കോപ്പർ കസവ് വെച്ച് നമുക്ക് ബോയ് ബേബീന് പാർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാച്ചിങ് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം സെറ്റ് സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ടും ചെയ്തിട്ടുണ്ട്. ബോയ് ബേബീന് നമുക്ക് ഇങ്ങനെ ചെറിയ ഒരു കുർത്തയും അതിന് മാച്ചിങ് ആയിട്ട് ധോത്തി പാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണിച്ചത് നമുക്ക് മുണ്ടാണ്. സോ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ധോത്തി പാൻസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിൻറ്റഡ് ഷർട്ട്സ്, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ചെക്കിൽ ചെയ്തതാണ്. ഇത് നമുക്ക് ടിഷ്യൂ ഷർട്ട്സും ഇതിൻ്റെ ധോത്തി എന്ന് പറയുന്നത് മൈക്രോ ചെക്കിൽ ചെയ്ത ധോത്തിയാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിരിക്കും. സോ ഇതിൻ്റെ കസ്റ്റമർ ഉടുത്ത പിക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിക്ക് കിട്ടും. പീക്കോക്ക് എംബ്രോയിഡറി കൊടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ ധോത്തി പാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രോഡക്റ്റാണ് ഓഫ് വൈറ്റ് ടെമ്പിൾ ഡിസൈൻ ഷർട്ട്സും. ഇത് വേണമെങ്കിൽ കുർത്തയായിട്ടും ചെയ്യാം. സോ അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ധോത്തിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ധോത്തിയാണ്. ഇത് നോർമലി ജെൻസ് കൊടുക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് കിഡ്സിനും വേണ്ടിയിട്ട് നമ്മളിത് ചെയ്ത ഡിസൈനാണ്. ഇത് നിങ്ങൾ എന്തെങ്കിലും സൈറ്റ്സിൽ കണ്ടിട്ട് കാണും. ഇത് ഏത് സെലിബ്രിറ്റി മോളാണ് ഇട്ടതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമൻസിൽ ലിങ്ക് ചെയ്താൽ മതി. അവർക്ക് നമുക്ക് 5% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കൊടുക്കും. ന്യൂ ബോൺ ഫ്രോക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വന്ന കോട്ടണിൽ ചെയ്ത ഫസ്റ്റ് ഫ്രോക്കാണ്. പ്യോർ ഹാൻഡ്ലൂം ആയതുകൊണ്ട് നമുക്ക് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 799. സോ ഇത് നമുക്ക് കേരള എത്നിക് ടൈപ്പിൽ വരുന്നത്. ദെൻ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിങ്ക് കളറിൽ ബ്രൊക്കൈഡ് വെച്ച് നമുക്ക് ചെയ്ത ഡിസൈൻ. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 699 ഫോർ ന്യൂ ബോൺ. ആൻഡ് ഇതിൽ ചെറിയ ബോവും കൂടെ ഒരു പ്രിറ്റിനെസ്സിന് വേണ്ടി നമുക്കൊരു ചെറിയ ബോവും ഷോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ്യൂം ഇതിൽ കളർ കസ്റ്റമൈസേഷൻ പോസിബിളാണ്. ഇപ്പം നമുക്കിത് മെറൂൺ തീമിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ പ്രിൻറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം, പ്രിൻറ്റ് എല്ലാതും നമുക്ക് ചെയ്യാം. സാധാരണ എല്ലാവരും സ്ലീവ്സിലാണ് വർക്ക് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഈ വർക്ക് ഇങ്ങനെ ഈ ഷോൾഡറിലിருந்து പകുതി പീകോക്ക് ഫെദർ കൊടുത്ത് ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് 2 സ്ലീവ്സിലും വർക്ക് വേണമെങ്കിൽ 2 സ്ലീവ്സിലും പീകോക്ക് ഫെദർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ സെയിം ഫാബ്രിക്കിൽ കുർത്ത ആൻഡ് മുണ്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻസിൽ നമുക്ക് ബോയ് ബേബിനും കസ്റ്റമൈസ് ചെയ്യാം. വെൽക്കം ടു റയാൻസ് ഡിസൈൻസ്. സോ നമ്മുടെ ഷോപ്പിൽ മെയിനായിട്ട് കസ്റ്റമൈസേഷൻസ് ഏത് ഫംഗ്ഷനും വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്ക് മാത്രമല്ല അഡൾട്ട്സിനും ഫുൾ ഫാമിലിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് കല്യാണം ആവട്ടെ, ബ്രൈഡൽ വർക്ക്സ്, നമുക്ക് ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്താസും ധോത്തീസും സെറ്റ് ചെയ്ത് കൊടുക്കാം. നൂലുകെട്ടായാലും 28 ഡേയ്സിന് വേണ്ടിയിട്ട് നൂലുകെട്ടിന് വേണ്ടിയിട്ട് ഫാമിലി കോംബോ കസ്റ്റമൈസ് ചെയ്യാം. 6 മന്ത്സിന് ചോറൂന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻസ് വേണമെങ്കിൽ നമ്മളടുത്ത് വന്നാൽ മതി. നമുക്ക് ആ ഒരു തീം പെർസ്പെക്റ്റീവിൽ നമുക്ക് കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോസ്റ്റ്യൂംസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഏത് തീം, ഇപ്പം ഇൻ കേസ് നിങ്ങൾ ടൂർ പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ടൂർ പോകുന്ന തീമിൽ കോട്ടൺ ബേസിസിൽ നമ്മൾ കോമ്പോസ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഫാമിലിക്കും കൊടുക്കും, പിള്ളേർക്ക് വേണമെങ്കിൽ പിള്ളേർക്ക് മാത്രം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. വേറെ ഏത് ഷോപ്പിൽ പോയാലും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു ഫാമിലി ഫംഗ്ഷൻ, വീട്ടിൽ അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ, വൈഫിന് എല്ലാവർക്കും കോംബോ ആയിട്ട് അല്ലെങ്കിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാനൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ഈവൻ ബ്രാൻഡഡ് ഷോപ്പ് ആയാലും ശരി തന്നെയാണ്, നമുക്ക് എക്സൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, റിലേറ്റഡ് പ്രോഡക്ട്സ് നമ്മുടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കിട്ടത്തില്ല. പക്ഷേ റിയാൻസ് ഡിസൈൻസിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും, ഏത് കളറാണെങ്കിലും, ഏത് മോഡലാണെങ്കിലും, ഏത് പാറ്റേണിലാണെങ്കിലും തീം വൈസും നമുക്കത് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനും പറ്റും. എത്നിക് മാത്രമല്ല പാർട്ടി വിയർ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്.
ഇതിൻ്റെ വേറൊരു ഒരു ആഡ് ഓൺ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രൊഡക്ട്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മേടിച്ചു, അതിലെന്തെങ്കിലും ഒരു എംബോസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആരി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് വേണം. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേയുടെ നെയിം വെച്ച് പ്രിൻ്റ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ഫാമിലി ഒക്കേഷനാണ്, ആസ്പീഷ്യസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എംബ്ലം ആയിരിക്കാം. അതൊക്കെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സൈസും ക്വാളിറ്റിയിലും നമുക്ക് ആരി വർക്ക് ചെയ്യാം, ഇല്ല പ്രിൻ്റ് ചെയ്യാം. ഇതാണ് മെയിൻ റിയാൻസ് ഡിസൈൻസിൻ്റെ സ്പെഷ്യാലിറ്റി. വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒന്നും നമ്മുടെ ബോഡി ഷേപ്പിന് പ്രോപ്പറായിട്ടായിരിക്കില്ല ഡിസൈൻ ചെയ്യുന്നത്, കസ്റ്റമൈസ് ചെയ്യുന്നത്. പക്ഷേ റിയാൻസ് ഡിസൈൻസ് അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഏത് സൈസാണെങ്കിലും ഇൻ കേസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഓൾട്രേഷൻ ചെയ്യണമെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അവർ ഓൺ ദ സെയിം ഡേ അവർ ഓൾട്ടർ ചെയ്ത് ബോഡി ഫിറ്റിംഗ് രണ്ടാമത് നോക്കി ഔട്ട്ഫിറ്റ് കറക്റ്റാക്കി കറക്ഷൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കൊറിയർ ചെയ്താലും മതി. നമുക്ക് ഓൺലൈൻ ത്രൂവിൽ നമുക്ക് മെഷർമെൻറ്റ്സ് എടുത്ത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് അഗെയിൻ എന്തെങ്കിലും ഓൾട്ടറേഷൻസോ കസ്റ്റമൈസേഷനോ ചെയ്ത് അഗെയിൻ കൊറിയറും ചെയ്ത് കൊടുക്കാം. ഇന്ത്യ മാത്രമല്ല, നമ്മുടെ എല്ലാ കൺട്രീസിലും നമുക്ക് കൊറിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വാട്സാപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സൈറ്റുമുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിലേക്കും ഡയറക്റ്റ് ആയിട്ട് വരാം. ബിക്കോസ് സീസൺ ടൈമിൽ എല്ലാ സമയത്തും നമ്മുടെ ഓൺലൈൻ ടീം ബിസി ആയിരിക്കാം, അവൈലബിൾ അല്ലാതിരിക്കാം. ഇൻ ദാറ്റ് കേസ് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ നമ്മുടെ ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്നതാണ്. ബിക്കോസ് നമുക്കെല്ലാവർക്കും അറിയാം, മെജോറിറ്റി ഓഫ് ദ ഓൺലൈൻ ഷോപ്സിലും ഓൺലൈൻ സൈറ്റ് ആയാലും ശരി, പേജ് ആയാലും ശരി തന്നെയാണ്. നമുക്ക് എൻക്വയറീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ റെസ്പോൺസ് വരണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ പേജ് ഞങ്ങൾ ഓൺ ദ ഡേ ഓർ ദ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഇതിൻ്റെ സൊല്യൂഷൻ റിപ്ലൈ കൊടുത്തിരിക്കും. വൺസ് ഇപ്പോൾ എബ്രോഡിൽ നിന്നാണ് ഓർഡർ വരിക, അല്ലെങ്കിൽ ഓൺലൈനിലാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഓർഡർ ID പ്രൊവൈഡ് ചെയ്ത് അത് ഫോളോ അപ്പ് വരേക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ സർവീസ് ടീം. റിയാൻസ് ഡിസൈൻസിൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ബാലരാമപുരം എന്ന സ്ഥലത്ത് ഹാൻഡ്ലൂം സ്ട്രീറ്റിനകത്ത് അഗസ്ത്യർ സ്വാമി ടെമ്പിളിൻ്റെ നിയർ ബൈ ആണ് റിയാൻസ് ഡിസൈൻസിൻ്റെ സ്റ്റോർ ഉള്ളത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് സെൻറ്ററും വരുന്നത് ഇവിടെ നിന്ന് ഒരു 0.5 കിലോമീറ്റേഴ്സ് അപ്പാർട്ടാണ്, വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, സോ നമുക്കിപ്പം റിയാൻസ് ഡിസൈൻസിൻ്റെ ബാക്ക് സൈഡിലുള്ള പ്രൊഡക്ഷൻ വർക്ക്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഒരു ഡ്രസ്സ് ഓർഡർ വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഇത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സാണ്. ഇതിൽ ആരി വർക്ക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്, സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇപ്പം ഈ കസ്റ്റമൈസ് ചെയ്ത ഡ്രസ്സ് ഇതിൻ്റെ സിമിലർ ഓപ്ഷൻസ് നമ്മളിപ്പോൾ ഒരു ബ്രൈഡിന് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാമോ? ഓക്കെ, സോ ഫസ്റ്റ് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടൈലർ അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്ത് അവർ ഡോട്ട് ഇട്ട് തരും. ആ ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ അവർ കസ്റ്റമേഴ്സ് പറയുന്ന ഏത് വർക്കാണോ അത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കും. ഇപ്പം ഇതിൽ നമുക്ക് ഗോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ എന്തെങ്കിലും കളർ മിക്സ് മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സിൽവർ, ആൻറ്റിക്ക് കസ്റ്റമറുടെ ചോയ്സിന് ബേസിസിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ഓർഡർ തന്നിട്ടുണ്ട്. അത് ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഹെവി വർക്ക് ഇത് കുറച്ച് മൈന്യൂട്ട് വർക്കുള്ള കുർത്ത നമുക്ക് ആരി വർക്ക് ചെയ്തിട്ടുണ്ട്. ആരി വർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കട്ടിങ്ങിലോട്ട് പോകും. കട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് പോയതിന് ശേഷം നമ്മൾ ബട്ടൺസ് ഇടും. സോ ഇപ്പോൾ നമുക്കൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ക്ലൗഡ് തീമിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലൗഡ് തീമിലാണ് ഇപ്പോൾ നമുക്ക് സ്കൈ ബ്ലൂ കളർ ചൂസ് ചെയ്ത് ഇതിൻ്റെ ആരി വർക്ക് ഡീറ്റെയിലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് ക്ലൗഡ് ആൻഡ് ജംഗിൾ ഇങ്ങനെ കുറച്ച് അനിമൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ലയൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് താഴോട്ട് ചെറിയ സ്റ്റാർസും കൂടെ വെച്ച് സർദോസി വർക്ക് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാച്ചിങ് ഗേൾ സെറ്റാണ് ഇവിടെ ചെയ്യുന്നത്. സോ അതും സെയിം ട്വിൻസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷന് നമുക്കൊരു ചെറിയ പാർട്ടി വിയറിൻ്റെ ഗൗൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാച്ചിങ് ഡാഡിന് ഷർട്ട് വേണമെങ്കിൽ ഡാഡിൻ്റെ ഷർട്ടും ചെയ്യാം. അതിൻ്റെ കൂടെ മോമിന് സെയിം ഗൗണും നമുക്ക് ചെയ്യാൻ പറ്റും കൊടുത്തിട്ട്. ഇത് ആക്ച്വലി ഇന്നും ഫിനിഷ് ആയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ഇത് നമുക്കിൻ്റെ ഫുൾ ഫിനിഷിംഗ് പീസ് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. അടുത്ത നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ന്യൂ ബോൺ നൂലുകെട്ടിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ചെറിയ ഫ്രോക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആക്ച്വലി ഫിനിഷിംഗ് ആയിട്ടില്ല. സോ ഇതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സ് എല്ലാം ഈ ചെസ്റ്റിൽ വന്നിട്ട് ഹെഡ് ബാൻഡ്സും കൂടി വരും. സോ ഇതിൻ്റെ ലാസ്റ്റ് സ്കാലോപ്പ് ഡീറ്റെയിലിംഗ് ഇപ്പം ഇവർ ചെയ്യുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ സ്കാലോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലവേഴ്സ് വന്ന് പിന്നെ നമുക്ക്
ഹാൻഡ് വർക്ക് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നമുക്കിത് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യും. സോ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് അജ്രക്കിൻ്റെ കളക്ഷൻസ് ആണ്. ഇത് നമുക്ക് ഫാമിലി കോംബോവും ഉണ്ട്, ഡാഡ്സ് ആൻഡ് കോംബോ, മോംസ് ആൻഡ് കോംബോ ഉണ്ട്. ഇപ്പോൾ ആദ്യം കാണാൻ പോകുന്നത് ഫാമിലി കോംബോ. സോ ഇതിൽ നമുക്ക് ബേബീന് വേണ്ടിയിട്ട്, ഗേൾ ബേബീന് വേണ്ടിയിട്ട് ചെറിയ ഫ്രോക്ക് അടിച്ചിട്ടുണ്ട്. ഇത് സെയിം നമുക്ക് പട്ട് പാവാടയായിട്ടും ചെയ്യാം, സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ട് ചെയ്യാം. ഇത് ചെറിയ ഫ്രോക്കാണ്, ഒരു നൂല് കെട്ടി ചോറൂണിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ഫ്രോക്കാണ്. സോ കുട്ടിക്ക് ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്, അമ്മയ്ക്ക് സെറ്റ് മുണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1 ഇഞ്ച് ജരിയിൽ നമുക്ക് ആ സെയിം ബോർഡർ വെച്ച് നമ്മൾ അടിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ സെറ്റ് മുണ്ട്. ഇത് നമുക്ക് മുണ്ടും നേരിയതും ഇതിന് മാച്ചിങ് ആയിട്ട് ഒരു ബ്ലൗസ് പീസും കൂടെ ഉണ്ട്. 1 മീറ്ററിൻ്റെ ബ്ലൗസ് പീസ് കിട്ടും. അതിന് മാച്ചിങ് ആയിട്ട് അച്ഛന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അജ്രക്കിൻ്റെ ഷോർട്ട് കുർത്ത, ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള അജ്രക് ഷോർട്ട് കുർത്തയും അതിൻ്റെ മുണ്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ ബ്ലാക്ക് മാത്രമില്ല, നമുക്കിതിന് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്, കസ്റ്റമൈസേഷനും ഉണ്ട്. ഇപ്പം നെക്സ്റ്റ് ഇതിൽ ഒരു 2-3 കളക്ഷൻസും കൂടെ കൂടുതൽ കാണിക്കാം. സോ നെക്സ്റ്റ് കളർ ഒരു മെറൂൺ കളറിൽ നമുക്ക് ബോയ് ബേബീന് വേണ്ടിയിട്ട് ചെയ്ത കുർത്തയും മുണ്ടുമാണ്. സോ ഇത് നമ്മൾ ഹാഫ് ഫൈൻ ജരി കൊടുത്ത് ഓർഡർ മുണ്ട് ധോത്തിയും അടിച്ച് നമുക്കിങ്ങനെ ഷർട്ടും ഫുൾ സ്ലീവ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഫുൾ സ്ലീവ് ഇല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് അടിക്കാം. ഇതിൻ്റെ ഈ ബോയ് സെറ്റ് മാത്രം കോംബോ വരുന്നത് 599 തൊട്ട് സ്റ്റാർട്ട് ആവും. കിഡ്സിന് 0 to 6 തൊട്ട് 599 തൊട്ട് സ്റ്റാർട്ട് ആവും. നെക്സ്റ്റ് നമുക്ക് വേറെ ഒരു റെഡിൽ അച്ഛനും മോനും നമുക്ക് ഇപ്പോൾ കസ്റ്റമൈസേഷൻ വന്ന സെറ്റാണ്. സോ ഇത് അവർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് മോന് 2 to 3 ഇയറുടെ കുർത്തയും അതിന് മാച്ചിങ് ആയിട്ട് ഒരു മുണ്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനും അതുപോലെ ഷോർട്ട് കുർത്ത ചെയ്തിട്ടുണ്ട്, മാച്ചിങ് മുണ്ടിൽ ബോർഡറും കൂടി അടിച്ചിട്ടുണ്ട്. സോ സാധാരണ നമുക്ക് മുണ്ട് കിട്ടുന്നത് കുറഞ്ഞ ജരിയിലാണ് അവർ ചെയ്തത്, നമ്മൾ കുറച്ച് കൂടിയ കസവ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ സെറ്റ് കോംബോന് 1199 വെച്ച് സ്റ്റാർട്ട് ആവും, 2 സെറ്റും. ഇത് ഏജ് അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് ആവും. സോ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഒരു നേവി ബ്ലൂവിൽ ഫസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് വേണ്ടി ട്രഡീഷണൽ കോസ്റ്റ്യൂംസിൽ ചെയ്ത ഔട്ട്ഫിറ്റാണിത്. ഇതിൽ നമുക്ക് പീകോക്ക് എംബ്രോയ്ഡറി ആണ് അവരുടെ തീം. സോ പീകോക്ക് എംബ്രോയ്ഡറി നമ്മൾ ചെറിയ കട്ട് ബീഡ് വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ബോയ് ബേബീന് ഒരു സ്ലീവ്ലെസ് പാറ്റേണിൽ കുർത്ത ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ആരി വർക്ക് ഡീറ്റെയിലിങ്ങും ചെയ്ത് ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് കോട്ടണിൽ ചെയ്ത ധോത്തി പാൻസും കൂടി. സോ ഇതിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുർത്ത അടിച്ചിട്ടുണ്ട്. നോർമലി സെൻറ്ററിൽ ഈ ബട്ടൺസ് വരുന്നത് പകരം കുറച്ച് ഇങ്ങനെ സൈഡിലായിട്ട് കൊടുത്ത് ഒരു സ്ലാൻറ്റിങ് മോഡൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അമ്മയ്ക്ക് വേണ്ടി ചെയ്ത സെറ്റ് മുണ്ടിൽ നമുക്ക് ഇതുപോലെ ആരി വർക്ക് ഡീറ്റെയിലിംഗ്. അപ്പോൾ ഉടുക്കുന്ന സമയം നമുക്ക് ഫ്രണ്ടിൽ നീറ്റായിട്ട് സെറ്റ് മുണ്ടിൽ സെൻറ്ററിൽ ഈ വർക്ക് വരും. അതിൻ്റെ കൂടെ സാധാരണ എല്ലാവരും സ്ലീവ്സിലാണ് വർക്ക് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഈ വർക്ക് ഇങ്ങനെ ഈ ഷോൾഡറിലിருந்து പകുതി പീകോക്ക് ഫെദർ കൊടുത്ത് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇത് 2 സ്ലീവ്സിലും വർക്ക് വേണമെങ്കിൽ 2 സ്ലീവ്സിലും പീകോക്ക് ഫെദർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സോ ഇത് നമുക്ക് ആദ്യം ഫസ്റ്റ് വരുന്ന ഔട്ട്ഫിറ്റാണ്. ഒരു ഹൈബിസ്കസ് പാറ്റേണിൽ ചെയ്ത ഫ്ലോറൽ ഡിസൈൻ ഫ്രോക്കും അതിൻ്റെ കൂടെ പാരയിന് ഒരു റെഡ് കളർ സെയിം ഫ്ലോറൽ തീമിൽ വരുന്ന സെറ്റ് മുണ്ടും അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ബ്ലൗസ് പീസും. ഈ ബ്ലൗസ് പീസിൽ നമുക്ക് 2 സ്ലീവ്സിൻ്റെ എൻഡിലും ഈ സെയിം വർക്ക് വരും. ഇത് കളർ റെഡ് ആണ്. സോ ഇത് ഫാമിലി കോംബോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, ഇൻഡിവിജ്വൽ വെയർ ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 1999. ഡിസൈനർ കളക്ഷൻ ആണ്, നമുക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുകയാണെങ്കിൽ 1450 പെർ സെറ്റും 650 ഫോർ ഫ്രോക്കും. കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1999 വരും. സോ നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് കോട്ട ഫാബ്രിക്കിൽ ചെയ്ത സ്കേർട്ട് ആൻഡ് ടോപ്പും അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യുന്ന ഒരു സാരിയും കൂടെയാണ്. ഇത് രണ്ടും കോംബോ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 1499 പ്രൈസ് ആണ്. ഇതിൻ്റെ കൂടെ 1 മീറ്റർ ബ്ലൗസ് പീസും കൂടെയുണ്ട്. ഇതിൻ്റെ പാച്ച് വർക്ക് നമ്മൾ ഓൾ ഓവർ ദ സാരി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഔട്ട്ഫിറ്റാണ്. ഇതിൻ്റെ മാച്ചിങ് ബോയ് ബേബീന് ഔട്ട്ഫിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം ഫാബ്രിക്കിൽ കുർത്ത ആൻഡ് മുണ്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻസിൽ നമുക്ക് ബോയ് ബേബീനും കസ്റ്റമൈസ് ചെയ്യാം. കളർ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ബ്രദർ സിസ്റ്റേഴ്സിൻ്റെ കോംബോ ആണ്. ഇത് നമുക്ക് കേരള കോൺസെപ്റ്റിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ട്രഡീഷണൽ എത്നിക് കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തത് ബനാറസ് മെറ്റീരിയലാണ്. ബനാറസ് മെറ്റീരിയലിൽ ഇത് സാധാരണ നമുക്ക് നോർമൽ പിള്ളേർക്ക് ഗോൾഡും സിൽവറും മുണ്ടും മാത്രമാണ് കണ്ടിട്ടുള്ളത്. ജെൻസിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പാർ ചെയ്തത് റെഡ് ബനാറസ് ബ്രോക്കേഡ് വെച്ച് കോപ്പർ കസവ് വെച്ച് നമുക്ക് ബോയ് ബേബീന് പാർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാച്ചിങ് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം സെറ്റ്
സ്കേർട്ട് ആൻഡ് ടോപ്പായിട്ടും ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കിഡ്സ് ഈ ഗേൾസിൻ്റെ സെറ്റ് 599 ആണ്. ഇത് ആക്ച്വലി കാണുന്നത് 1 ഇയറിൻ്റെ സൈസ്. സോ ഇത് 999 ആണ്. ഫുൾ ബനാറസ് ബ്രൊക്കേറ്റ് സോഫ്റ്റ് കോട്ടൺ ലൈനിങ് അകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 999. ആൻഡ് കിഡ്സിൻ്റെ സെറ്റ് ബനാറസ് ബ്രൊക്കേറ്റ് ഷർട്ട് ആൻഡ് ധോത്തി 599. സോ നെക്സ്റ്റ് ഒരു കല്യാണി കോട്ടണിൽ മിക്കവാറും ലേഡീസിന് അമ്മമാർക്ക് എല്ലാവർക്കും കല്യാണി കോട്ടണിൽ സാരീസ് കാണും, ബിക്കോസ് അത് കുറച്ച് ട്രെൻഡിങ് ആയില്ലേ. സോ ആ സെയിം കോൺസെപ്റ്റിൽ നമുക്ക് ഇപ്പം കിഡ്സിന് വേണ്ടിയിട്ട് സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. സോ സ്കേർട്ട് ആൻഡ് ടോപ്പ് നമുക്ക് ഇത് ഗേൾ ബേബീന് വേണ്ടിയിട്ട് പഫ് സ്ലീവ്സിൽ ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാച്ചിങ് നമുക്ക് സ്കേർട്ടും കൂടി. ബോയ് ബേബിയിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ഒരു കുർത്തയും അതിന് മാച്ചിങ് ആയിട്ട് ധോത്തി പാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണിച്ചത് നമുക്ക് മുണ്ടാണ്. സോ ഇത് കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ധോത്തി പാൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും കല്യാണി കാട്ടൺ സാരീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പിക്ക് അയച്ചു തരാണെങ്കിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കോംബോ ആയിട്ട് എടുക്കാം. സോ സാരി പർച്ചേസ് ചെയ്യണമെന്നല്ല, സാരിയും കൂടി വേണമെങ്കിൽ നമുക്ക് സാരിയും കൂടി സെറ്റാക്കി തരാം. ഇതിൻ്റെ സെയിം സാരി. സോ 3 പേരും നമുക്ക് ട്വിന്നിങ് ആയിരിക്കും. അച്ഛനും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ സെയിം കളർ നമുക്ക് കുർത്തയോ ഷർട്ടോ കൂടി ചെയ്തു തരാം. സോ ഇപ്പം നമ്മൾ കുറച്ച് വിഷു എത്താറായില്ലേ, സോ അതിന് കുറച്ച് നമുക്ക് വിഷു റിലേറ്റഡ് കോട്ടണിൽ കുറച്ച് കളക്ഷൻസ് കാണാം. സോ ഇത് നമ്മൾ പ്യുവർ ഹാൻഡ്ലൂമിൽ ചെയ്ത ഫ്രോക്കാണ്. ഇത് 6 to 12 months സൈസ്. ഈ ഡിസൈൻ നോർമലി കിട്ടാറില്ല. ബ്രൈഡ്സ് നമുക്ക് ഹാൻഡ്ലൂം ഫ്രോക്ക് സെറ്റ് മുണ്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഈ സെയിം കിഡ്സിന് വേണ്ടിയിട്ട് ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്യുവർ ഹാൻഡ്ലൂമാണ്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 799. ആൻഡ് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ബോയിന് നമ്മൾ ചെയ്ത കോസ്റ്റ്യൂമാണിത്. സോ ഇതിൽ നമുക്ക് ചെറിയ ഒരു പ്രിൻറ്റും കൂടി വെച്ച് വിഷുവിന് ബേബീസ് അല്ലേ, സോ ബേബീസിന് വേണ്ടി ഒരു ചെറിയ കൃഷ്ണയുടെ പ്രിൻറ്റ് വെച്ച് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഷർട്ടാണ്. നമുക്ക് കുർത്തയായിട്ട് വേണമെങ്കിൽ കുർത്തയായിട്ട് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടെങ്കിൽ ആ പാറ്റേൺസിൽ നമുക്ക് ചെയ്തെടുക്കാം ബോയ്സിൻ്റെ കളക്ഷൻ. സോ അതിൻ്റെ കൂടെ ഒരു മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുണ്ടും കൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന് വിത്ത് പ്രിൻറ്റിങ് ഷർട്ട് 799 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. വേറെ ഏത് പ്രിൻറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. സോ ഇത് ഓഫ് വൈറ്റ് ആയി. നമുക്കിനി കുറച്ച് കളേഴ്സിൽ കണ്ടാലോ. സോ കളേഴ്സിൽ നമ്മൾ ചെയ്ത കോസ്റ്റ്യൂം ആണ് ഗ്രീൻ കളർ. സോ ഇത് നോർമൽ ജുബ്ബ. ഇപ്പം ചില പിള്ളേർക്ക് കളേഴ്സിൽ വേണം, ഈ ഗ്രീൻ മാത്രമല്ല ഏത് കളേഴ്സിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. സോ ഗ്രീൻ കുർത്ത എടുത്തിട്ടുണ്ട്. ബേബി ഗേളിന് വേണ്ടിയിട്ട് കസവ് സെൻറ്ററിൽ വെച്ച് ടോപ്പും അതിൻ്റെ കൂടെ സ്കേർട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് സെയിം കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഗേൾസ് സെറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 799. കുർത്ത മാത്രം മതിയാണെങ്കിൽ കിഡ്സിൻ്റെ കുർത്ത സ്റ്റാർട്ട്സ് ഫ്രം 499. സോ നെക്സ്റ്റ് ഇത് കോട്ടൺ. നമുക്ക് കുറച്ച് ടിഷ്യൂസ് ഉള്ളതും നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. പക്ഷേ നമുക്ക് എപ്പോഴും ബേബി ഗേൾസിനാണ് ടിഷ്യൂടെ സ്കേർട്ട് വരാറുണ്ട്. ബേബി ബോയ്സിന് ടിഷ്യൂസ് വരാറില്ല. പക്ഷെ നമ്മളുടെ കയ്യിൽ ടിഷ്യൂടെ ധോത്തിയും കൂടി ഉണ്ട്. ഫാമിലി ആയിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഇതിൽ നമുക്ക് പ്ലെയിൻ ഷർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടിഷ്യൂ മുണ്ടും കൂടി പാർ ചെയ്തിട്ടുണ്ട് ബേബി ബോയിന്. സോ ഇതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ഗേൾസിന് ഒരു കെട്ട്, അതായത് നെക്കിൽ മാത്രം കെട്ടിന ടൈപ്പ് ചെയ്ത് ബാക്ക് ഹാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇത് ഇറക്കിയ കാരണം വെച്ചാൽ ഇപ്പോൾ കുറച്ച് ചൂടല്ലേ, സോ പിള്ളേർ അത്രയും ഇടത്തില്ല. സോ ഈ കഴുത്തിൽ മാത്രമാണ് ഇത് കെറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ ടിഷ്യൂ സ്കേർട്ടും അതിൽ ചെറിയ പൈപ്പിംഗ് കൂടെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതും കളർ കസ്റ്റമൈസേഷൻ പോസ്റ്റിനാൽ നിങ്ങൾ ഏത് കളറാണ് വേണമെന്ന് പറയാൻ ആ കളർ നമുക്കിത് ചെയ്തെടുക്കാം. സോ നെക്സ്റ്റ് കളക്ഷൻസ് നമ്മൾ റയാൻസ് ഡിസൈൻസിൽ വന്നിട്ടുള്ളത് കുറച്ച് പ്രിൻറ്റഡ് ഔട്ട്ഫിറ്റ്സ് ആണ്. ടിഷ്യൂവിൽ കുറച്ച് മ്യൂറൽ പ്രിൻറ്റഡ് വന്ന കളക്ഷൻസ്. സോ പീച്ച് കളർ, നോർമലി മെറൂൺ, റെഡ് എല്ലാ സ്ഥലത്തിലും കാണുന്ന കളേഴ്സാണ്. നമ്മൾ ഇപ്പം ചെയ്തത് ഒരു പീച്ച് കളറിൽ. ഇപ്പം ലോട്ടസ് അല്ലേ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളത്. സോ ലോട്ടസിൽ നമുക്ക് സ്കേർട്ടും ആ സെയിം മാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പീച്ചിലും ടോപ്പ് ചെയ്തിട്ടുണ്ട്. ടോപ്പിൽ 1 സൈഡ് ഫുള്ളും ഷോൾഡറും 1 സൈഡ് ഇങ്ങനെ ചെറിയ സ്ട്രാപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിലും നമുക്ക് ബേബി ബോയ്സിന് അവൈലബിൾ ആണ്. സോ നമ്മളുടെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിലും കോംബോ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു കുർത്ത അടിച്ചതാണ്. നല്ല ഏകദേശം ഒരു പീച്ച് ആയാലും ഒരു ഗേൾസിൻ്റെ ഔട്ട്ഫിറ്റിന് വരത്തില്ല. എല്ലാ ഫാമിലിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മാച്ചിങ്ങിന് അഡൾട്ട്സ് അച്ഛന് നമുക്ക് കുർത്തയും അടിക്കാം, അമ്മയ്ക്ക് സെയിം സ്കേർട്ടും അതിൻ്റെ കൂടെ ബ്ലൗസും കൂടെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാം. സോ ഇത് നമ്മുടെ ഫസ്റ്റ് റയാൻസ് ഡിസൈൻസിൽ വന്ന് വിഷുവിന് വേണ്ടിയിട്ട് വന്ന ഫസ്റ്റ് കോസ്റ്റ്യൂമാണ്. സെക്കൻഡ് നമുക്ക് ഈ സെയിം താമര കുറച്ച് ഒരു പിങ്ക് ഷെയ്ഡിൽ ചെയ്തതാണ്. ഇത് സെയിം
ലോട്ടസ് വരുന്ന സ്കേർട്ടും അതിൻ്റെ കൂടെ പാർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പുമാണ്. അതിന് ബാക്കിൽ നമുക്കിങ്ങനെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അഡ്ജസ്റ്റബിൾ ആണ്. ഇങ്ങനെ ഒന്ന് ടൈ മാത്രം ചെയ്താൽ മതി. കുറച്ച് വെറൈറ്റി ആയിരിക്കും. ഇപ്പോൾ പിള്ളേരെല്ലാം കുറച്ച് ട്രഡീഷണൽ വരുന്ന മാറി വെസ്റ്റേൺ ആയിട്ടല്ല ഇടുന്നത്. അതുകൊണ്ട് നമ്മളിത് ചെയ്ത ഡിസൈനാണ്. സോ ഇത് സെക്കൻഡ് പ്രിൻറ്റഡ് കളക്ഷൻസിൽ വരുന്നത്. സോ തേർഡ് കളക്ഷൻസ് പറയുമ്പോൾ ഇങ്ങനെ ഫ്രോക്കും ടോപ്പുമായിട്ട്. സോ ഇപ്പം ചൂട് ഉള്ളതുകൊണ്ട് ആരും പിള്ളേർ ടോപ്പ് ഇടത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് ഇത് മാത്രമാണെങ്കിലും ഇടാം. ഇതിൻ്റെ കൂടെ ഈ ടോപ്പും കൂടി പാർ ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ചെയ്ത കോസ്റ്റ്യൂമാണ്. ഇതിൽ ഫുള്ള് നമ്മൾ ആരി വർക്ക് ചെയ്തിട്ടുണ്ട്. ആരി വർക്ക് വേണ്ടെങ്കിൽ ആരി വർക്ക് നമുക്ക് ചെയ്യേണ്ട. സോ ഇതിൻ്റെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ഫ്രം 1250 ആണ്. ബിക്കോസ് ആരി വർക്ക് ഉള്ളത് കൊണ്ട്, ആരി ഡീറ്റെയിലിംഗ് ആയതുകൊണ്ടാണ് 1250. ആരി വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 999. സോ ഇതിൻ്റെ വില 799 ആണ്. സ്റ്റാർട്ട്സ് ഫ്രം 799. പിന്നെ ഏജ് അനുസരിച്ച് വേരിയേഷൻ ആവും. ഈ സെയിം പാറ്റേൺ നമുക്ക് മോംസിനും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാം. സോ നെക്സ്റ്റ് നമുക്ക് വിഷുവിന് വേണ്ടിയിട്ട് ബേബി ബോയ്സിന് അഗെയിൻ സെറ്റ് ചെയ്ത കുറച്ച് കളക്ഷൻസ് ആണ്. സോ ഇത് നമുക്ക് പ്രിൻറ്റഡ് ഷർട്ട്സ്, പ്രിൻറ്റഡിൽ ബനാറസ് മെറ്റീരിയലാണ്. ബനാറസ് മെറ്റീരിയൽ പ്രിൻറ്റഡ് വരുന്ന മെറ്റീരിയലും അതിന് മാച്ചിങ് ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് വെരി സൂട്ടബിൾ ഫോർ വെഡ്ഡിങ്. ഏത് വെഡ്ഡിങ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബേബി ബോയ്സ് നല്ല മാച്ച് ചെയ്യുന്ന സെറ്റാണ്. ബിക്കോസ് നോർമലി മമ്മീസ്ക്ക് എല്ലാവരുടെ മമ്മീസ്ക്കും ബേബി പിങ്കിൽ എന്തായാലും സാരി കാണും, അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക്. സോ അതിന് വേണ്ടിയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കോസ്റ്റ്യൂംസ് ആണ് ഇതെല്ലാം. സോ ഇതിന് നമുക്ക് 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. പിങ്ക്, ഗ്രീൻ ആൻഡ് ലാവൻഡർ. സോ ലാവൻഡർ നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. സോ ഇത് അതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇത് രണ്ടും ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന പിങ്ക് ആൻഡ് ഗ്രീൻ. സോ ഈ ധോത്തിയിൽ മാച്ചിങ് അതുപോലെ ബോർഡർ അടിച്ചിട്ടുണ്ട്. ബോർഡർ വേണമെങ്കിൽ നമുക്ക് അടിക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് നമുക്ക് ബോർഡർ എല്ലാതും ചെയ്തു തരാം. സെയിം ഇത് കുർത്തയായിട്ട് വേണമെങ്കിൽ കുർത്തയായിട്ടും കസ്റ്റമൈസ് ചെയ്യാം. സോ ഇത് നമ്മളുടെ ഫസ്റ്റ് വിഷുയുടെ കളക്ഷൻസ്. സെക്കൻഡ് നമുക്ക് ടിഷ്യൂ ഷർട്ടിൽ ചെയ്ത ഷർട്ടും ധോത്തിയുമാണ്. സോ നോർമലി കസവ് മുണ്ട്, കോപ്പർ നമ്മൾ കാണിച്ചു, ഗോൾഡൻ ടിഷ്യൂ കാണിച്ച്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ചെക്കിൽ ചെയ്തതാണ്. ഇത് നമുക്ക് ടിഷ്യൂ ഷർട്ട്സും. ഇതിൻ്റെ ധോത്തിന്ന് പറയുന്നത് മൈക്രോ ചെക്കിൽ ചെയ്ത ധോത്തിയാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിരിക്കും. നോർമൽ മുണ്ടിനെക്കാട്ടിലും ഇതൊരു ചെറിയ വെറൈറ്റി. മൈക്രോ ചെക്ക്, ചെറിയ ചെക്കും അതിൻ്റെ കൂടെ ബോർഡേഴ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് കോസ്റ്റ്യൂം ഒരു വയലറ്റ് കളർ നമ്മളുടെ വിഷു കളക്ഷൻസിന് വേണ്ടി ഇക്കത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം കുറച്ച് ഡയഗണൽ പാറ്റേൺ. സോ നോർമലി കുർത്ത ഒക്കെ സെൻറ്ററിൽ വരുന്നതാണ്. നമുക്ക് കുറച്ച് ഇങ്ങനെ സൈഡിൽ കൊടുത്ത് ഒരു ചെറിയ ഒരു സ്ലാൻറ്റിങ് കട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. സോ വിയർ ചെയ്യുന്ന സമയം ഒരു സ്ലാൻറ്റിങ് ആയിട്ട് വരും. സോ അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുണ്ടും അതിൻ്റെ കൂടെ ബോർഡറും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ കസ്റ്റമർ ഉടുത്ത പിക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിക്ക് കിട്ടും. സെയിം പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പ്രീ ബുക്ക് വേണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യാം. സ്റ്റോറിൽ വരാണെങ്കിൽ ഇൻസ്റ്റോറിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ആ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രയൽ ചെയ്യാം. വേണമെങ്കിൽ കസ്റ്റം മെഷർമെൻറ്റ്സിൽ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം മെഷർമെൻറ്റ്സും ചെയ്തെടുക്കാം. ഇതും സെയിം കോംബോവും എടുക്കാം. ഇതിൻ്റെ സെയിം നമുക്ക് അച്ഛനും ഷർട്ടും മുണ്ടും കൂടി പാർ ചെയ്യാം. നമുക്ക് ചെയ്ത് തരാനും പറ്റും. മോമിന് വേണമെങ്കിൽ നമുക്ക് സാരിയും ഇതിൻ്റെ ബ്ലൗസ് പീസ് 1 മീറ്റർ ബ്ലൗസ് പീസും നമ്മൾ കൊടുക്കാം. ഈ വില ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട്സ് ഫ്രം 799 ആണ്. സോ ഇത് നമുക്കിപ്പോൾ ഇനി കാണാൻ പോകുന്ന കുറച്ച് ഹാൻഡ് വർക്ക് ബേബി ബോയ്സിന് കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്ത ധോത്തി കുർത്ത സെറ്റ്സിനാണ്. എൻ്റെ മോന് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ തിയേറ്ററിൽ പോയാലും പോപ്കോൺ വാങ്ങിക്കും. സോ ആ ഒരു തീമിൽ ഞാൻ റയാൻസ് ഡിസൈൻസിൽ പറഞ്ഞ് ഒരു പോപ്കോൺ തീമിൽ ചെയ്ത ധോത്തി കുർത്ത സെറ്റ്സ് ആണ്. സോ ഇതാണ് അവർ ചെയ്ത് തന്ന ഔട്ട്ഫിറ്റ്. സോ ഇതിന് നമുക്ക് ലെമൺ യെല്ലോ കളറിൽ പോപ്കോൺ വെച്ച് കുർത്തയും മുണ്ടും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറെ അവർ കുറച്ച് ചെയ്ത കളക്ഷൻസ് കൂടെ കാണിച്ചു തരാം. സോ ഔൾ തീമിൽ ഷർട്ടും ധോത്തിയും ചെയ്തിട്ടുണ്ട്. യെല്ലോ കളറിൽ ഔൾ തീമിൽ ചെയ്തതാണ്. പിന്നെ വിഷുവിന് വേണ്ടിയിട്ട് അവർ ചെയ്ത സെറ്റ് നമ്മുടെ ഓഫ് വൈറ്റ് കേരള മെറ്റീരിയലിൽ പീക്കോക്ക് എംബ്രോയ്ഡറി കൊടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ ധോത്തി പാൻറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ധോത്തി പാൻസ് നമ്മളുടെ ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് വേണമെങ്കിൽ ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലും ചെയ്യാം. ടെമ്പിളിന് പോകുന്ന സമയം കുറച്ച് കോട്ടൺ ഔട്ട്ഫിറ്റ്സ് കുറച്ച് കാണാം. സോ ടെമ്പിൾ തീമിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ റയാൻസ് ഡിസൈൻസ് ഇൻസ്റ്റോറിൽ ചെയ്ത അടുത്ത പ്രൊഡക്റ്റാണ് ഓഫ് വൈറ്റ് ടെമ്പിൾ ഡിസൈൻ ഷർട്ട്സും. ഇത് വേണമെങ്കിൽ കുർത്തയായിട്ടും ചെയ്യാം. സോ അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ധോത്തിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ധോത്തിയാണ്. ഇത് നോർമലി ജെൻസ് കൊടുക്കാറുണ്ട്. അതിന് വേണ്ടി നമുക്ക് കിഡ്സിനും വേണ്ടിയിട്ട് നമ്മളിത് ചെയ്ത ഡിസൈനാണ്. സോ ഇതിൽ കുറച്ച് കളർ ഓപ്ഷൻസ് കൂടിയുണ്ട്. ഇത് ജസ്റ്റ് ഫസ്റ്റ് കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, യെല്ലോ ആൻഡ് ബ്ലാക്ക്. തേർഡ് ഡിസൈൻ ഓമിൽ വരുന്ന ഓറഞ്ച് വിത്ത് ബ്ലാക്ക്, ദെൻ പ്ലെയിൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻഡ് വൺ മോർ തിങ് നമുക്ക് ക്രീം ആൻഡ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. സെയിം
ആസ് യൂഷ്വൽ നമ്മുടെ റയാൻസ് ഡിസൈൻസിൽ മെയിൻ ആയിട്ടുള്ളത് ഫാമിലി കോംബോയിൽ നമ്മൾ കസ്റ്റമൈസിങ് ചെയ്യുന്നില്ലേ. സോ അതിന് വേണ്ടിയിട്ട് ബേബി ബോയിനും അച്ഛനും വേണ്ടിയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷർട്ടും ചെയ്തിട്ടുണ്ട്. ബേബി ബോയിന് വേണ്ടിയിട്ട് ഷർട്ടും അച്ഛന് വേണ്ടിയിട്ട് കുർത്തയും. സെയിം കുർത്തയായിട്ട് ബേബി ബോയ്ക്ക് വേണമെങ്കിൽ ബേബി ബോയ്ക്ക് കുർത്തയായിട്ട് നമുക്ക് ചെയ്യാം. സോ നമുക്ക് ഇപ്പം കുറച്ച് സെലിബ്രിറ്റി ഇൻസ്പയർഡ് കളക്ഷൻസ് നമുക്കിപ്പോൾ കാണാം. സോ ഇത് നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് വൈറ്റ് ബ്രൊക്കേഡിൽ കസവ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വൈറ്റ് ബ്രൊക്കേഡിൽ പീറ്റർ പാൻ കോളർ വെച്ച് ബ്രൊക്കേഡും കൊടുത്ത് ഒരു 5 to 7 inches ബോർഡറും കൊടുത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഡിസൈൻ. സോ സെക്കൻഡ് ഡിസൈൻ നമുക്ക് അജ്രക് കോട്ടണിൽ ടൈൻ ടൈപ്പായിട്ട് ചെയ്ത് ഹാർഡ് ഡിസൈൻ ചെയ്ത് നമ്മൾ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തെങ്കിലും സൈറ്റ്സിൽ കണ്ടിട്ട് കാണും. ഇത് ഏത് സെലിബ്രിറ്റി മോളാണ് ഇട്ടതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമൻസിൽ ലിങ്ക് ചെയ്താൽ മതി. അവർക്ക് നമുക്ക് 5% എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കൊടുക്കും. സോ റയാൻസ് ഡിസൈൻസിൽ ഇൻസ്റ്റോറായിട്ട് അവർ കുറച്ച് ന്യൂ ബോൺ കളക്ഷൻസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ഡിസൈൻ നമുക്ക് ന്യൂ ബോൺ ഫ്രോക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വന്ന് കോട്ടണിൽ ചെയ്ത ഫസ്റ്റ് ഫ്രോക്കാണ്. സോ ഇതിൻ്റെ പ്രൈസ് 499. സോ ഇതാണ് അവരുടെ ആദ്യത്തെ കളക്ഷൻസ്. ഇത് അവർ ബേബിയുടെ 28 ഡേ സെറിമണി നൂലുകെട്ടിന് വേണ്ടിയിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ മാച്ചിങ് ഫാമിലി ഔട്ട്ഫിറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് ഡിസൈൻ സെയിം ഇതിൽ ഒരു സ്ട്രൈപ്സിൽ കസവ് ഫ്രണ്ട് യോക്കിൽ കസവ് വരുന്ന ന്യൂ ബോൺ സൈസ് ഫ്രോക്കാണ്. ഇതെല്ലാം 499 ആണ്. സോ സെക്കൻഡ് ഡിസൈൻ. ദെൻ തേർഡ് ഡിസൈൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫ്രോക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്ന രീതിയിൽ കുറച്ച് ഫ്രീ ആയിട്ട് കംഫർട്ടിന് വേണ്ടിയിട്ട് ചെയ്ത തേർഡ് ഡിസൈനാണ്. സോ ഇത് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം അഗെയിൻ 399. സോ ദിസ് ഇസ് 399. ആൻഡ് നെക്സ്റ്റ് ഇത് നമ്മൾ പ്രത്യേകം ഹാൻഡ്ലൂമിൽ ചെയ്ത് ചെറിയ ഫ്ലവർ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് 799 ആണ് സ്റ്റാർട്ട് ആകുന്നത്. ഇത് നോർമൽ മെറ്റീരിയൽ അല്ല, പ്യുവർ ഹാൻഡ്ലൂം ആയതുകൊണ്ട് നമുക്ക് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 799. സോ ഇത് നമുക്ക് കേരള എത്നിക് ടൈപ്പിൽ വരുന്നത്. ദെൻ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിങ്ക് കളറിൽ ബ്രൊക്കേഡ് വെച്ച് നമുക്ക് ചെയ്ത ഡിസൈൻ. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 699 ഫോർ ന്യൂ ബോൺ. ആൻഡ് ഇതിൽ ചെറിയ ബോവും കൂടെ ഒരു പ്രിറ്റിനെസ്സിന് വേണ്ടി നമുക്കൊരു ചെറിയ ബോവും ഷോൾഡറിൽ കൊടുത്തിട്ടുണ്ട്, സൈഡ് ഷോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ആർണിയിൽ നമുക്കൊരു ചെറിയ ടൈൻ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മാച്ചിങ് ബോവും കൂടെ ചെയ്തു. എല്ലാ സെറ്റ്സിനും നമുക്ക് മാച്ചിങ് ബോവും കൂടെ ചെയ്യാം. ഷൂസ് വേണമെന്നുണ്ടെങ്കിൽ ഷൂസും കൂടെ നമുക്ക് ചെയ്തു തരാം. സോ ഇത് ആർണി ഫ്രോക്കിൽ ചെയ്ത ഡ്രസ്സാണ്. ഒരു ചെറിയ ബോ യോക്കിലും കൊടുത്തിട്ടുണ്ട്, ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 499 ഫോർ ന്യൂ ബോൺ സൈസ്. ആൻഡ് ബേസ്ഡ് ഓൺ ദ സൈസ് വേരി ആവും. ഇതിൻ്റെ മാച്ചിങ് സാരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാച്ചിങ് സാരിയും എടുത്ത് തരാം. സോ റയാൻസ് ഡിസൈൻസിൽ ഇൻസ്റ്റോറായിട്ട് ബേബി ബോയ്സിന് വേണ്ടിയിട്ട് നമുക്ക് 28 ഡേ സെറിമണിക്ക് വേണ്ടിയിട്ട് ചെയ്ത കോസ്റ്റ്യൂംസ് ആണ്. സോ ഫസ്റ്റ് കോസ്റ്റ്യൂംസ് നമുക്ക് ഈ സിൽക്ക് കോട്ടണിൽ ബ്രൊക്കേഡ് വെച്ച് ചെയ്ത മെറ്റീരിയൽ, അതിൽ ധോത്തി പാൻസും കൂടെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നോർമലി 28 ഡേയ്സിന് എല്ലാവരും മുണ്ട് കൊടുക്കുന്ന സമയം മുണ്ട് ഇടുപ്പിൽ നിൽക്കാറില്ല പിള്ളേർക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ധോത്തി പാൻസ് ആയിട്ട് ചെയ്തതാണ്. സോ ഇതാകുമ്പോൾ കുറച്ച് പിള്ളേർക്ക് ഇടുപ്പിൽ നിൽക്കും, ഊരി പോകത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുണ്ട് വേണമെങ്കിൽ നമുക്ക് മുണ്ടും കൂടി റെഡിയാക്കി തരാം. സോ ഇത് ഫസ്റ്റ് കോസ്റ്റ്യൂം. ഇതിൽ കളർ കസ്റ്റമൈസേഷൻ പോസിബിളാണ്. നിങ്ങളുടെ ഏത് തീമാണ്, നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങൾ 28 ഡേയ്സ് സെറിമണിക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നുണ്ടോ ആ കളർ നമുക്ക് സ്റ്റിച്ച് പ്രൊവൈഡ് ചെയ്ത് തരാം. സോ ഇത് ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത് നമുക്ക് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം ന്യൂ ബോൺ ബേബിക്ക് 499 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് കോസ്റ്റ്യൂം കോളർ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോളർ ഇല്ലാതെ വൺ സൈഡ് പ്ലെയിനും ഒരു സൈഡ് കോയിൻ ഡിസൈൻ വരുന്ന ഫാബ്രിക് വെച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ചെക്കിൽ ധോത്തി പാൻസും കൂടി ചെയ്തിട്ടുണ്ട്. ആ ബോർഡർ നമ്മൾ അറ്റാച്ച് ചെയ്തു. ബോർഡർ വേണ്ടെങ്കിൽ നമുക്ക് ബോർഡർ ഇല്ലാതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. തേർഡ് ഔട്ട്ഫിറ്റ് നമുക്ക് ഫുൾ ആൻഡ് ഓഫ് വൈറ്റിൽ ചെയ്ത് കളർ ഇതാച്ചും ഇപ്പം നമുക്കിത് മെറൂൺ തീമിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ പ്രിൻറ്റ് വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് കൊടുക്കാം, പ്രിൻറ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാം. സോ ഇതിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ, റെഡ്, യെല്ലോ ഏത് തീമാണെന്നുണ്ടെങ്കിൽ ആ തീം പറയുകയാണെങ്കിൽ ഈ ബോർഡേഴ്സ് നമുക്ക് കളർ കസ്റ്റമൈസേഷൻ ചെയ്ത് നിങ്ങളുടെ തീമിൽ നമുക്ക് ചെയ്തെടുക്കാം. സോ ഇതിൻ്റെ സെയിം അഡൾട്ട്സിനും നമുക്ക് ഫാമിലി കോംബോ ആയിട്ട് ചെയ്യാൻ പറ്റും. അമ്മയ്ക്ക് സ്കേർട്ട് ആൻഡ് ബ്ലൗസും ചെയ്യാം. ഫുൾ ഫാമിലി കോംബോ ആയിട്ട് നിങ്ങളുടെ 28 ഡേയ്സ് സെറിമണിക്ക് ചെയ്തെടുക്കാം. സോ നമുക്ക് ഇനിയിപ്പോൾ ഇത്രയും നേരം നമുക്ക് കുറച്ച് കിഡ്സിൻ്റെ കളക്ഷൻസ് കണ്ടായിരുന്നു. സോ ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസ് കാണിക്കാം. സോ ആദ്യം ഇത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. റെഡ് കളർ ദാവണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെയിം നമുക്ക് ബ്ലാക്ക് കളറിലും ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഇതാണ് അതിൻ്റെ സ്കേർട്ടും. അതിൻ്റെ ബ്ലൗസിൽ നമുക്ക് സ്ലീവ്സിൽ മാത്രം ആരി വർക്ക് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ലീവ്സ്. ഇതിൻ്റെ മാച്ചിങ് നമ്മൾ ജോർജറ്റ് ഷോൾ ഡൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതൊരു ഇപ്പം വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതും പ്രീ ബുക്കിംഗ് ആണ്. സോ സെക്കൻഡ് സെറ്റ് നമ്മൾ ചെയ്തത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് സർക്കിൾ സ്കേർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. സർക്കിൾ സ്കേർട്ടും ഇതിൻ്റെ പ്ലെയിൻ ഗ്രീൻ ബ്ലൗസും സ്ലീവ്സിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ സ്ലീവ്സിൽ മാത്രം വർക്ക് നമ്മൾ ചെയ്യാം. ഇത് നമുക്ക് സെമി സ്റ്റിച്ചായിട്ടും കൊടുക്കാറുണ്ട്,
ഫുള്ളി സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. സെമി സ്റ്റിച്ച് ആയിട്ട് വേണമെങ്കിൽ സെമി സ്റ്റിച്ച് ആയിട്ട് തരാം, ഫുള്ളി സ്റ്റിച്ച് വേണമെങ്കിൽ ഫുള്ളി സ്റ്റിച്ചും നമുക്ക് പ്രീ ബുക്കിങ്ങിൽ ചെയ്ത് തരാം. പ്രീ ബുക്കിംഗ് നമുക്ക് 10 to 12 വർക്കിംഗ് ഡേയ്സ് ആണ്. സോ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12th ഡേയിൽ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യും. ഇതാണ് നമുക്ക് സെമി സ്റ്റിച്ച്. സെമി സ്റ്റിച്ച് ആകുമ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിൽ ഫുൾ വർക്ക് ചെയ്ത് തരും. നമ്മൾ ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്യണം, സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും. സോ തേർഡ് ഔട്ട്ഫിറ്റിൽ നമ്മൾ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മാച്ച് ആവുന്ന ഒരു സ്കേർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് സ്കേർട്ട് വേണമെങ്കിൽ നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഈ സ്കേർട്ട് തന്നെ പർച്ചേസ് ചെയ്യണമില്ല, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. സോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു 4th ഔട്ട്ഫിറ്റ്. സോ ഇതിന് നമുക്ക് കുറച്ച് എൻഡ് സ്ലീവ്സിൽ മാത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. നോർമലി കസവിൻ്റെ ദുപ്പട്ട എല്ലായിടത്തും കാണും, നേരിയത് കാണും. സോ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളറിൽ ഹാൻഡ് വർക്ക് ചെയ്ത ദുപ്പട്ട നമ്മൾ നെറ്റിൽ ദുപ്പട്ട വെച്ചിട്ടുണ്ട്. സോ ഇത് സ്കേർട്ട് അതിൻ്റെ മാച്ചിങ് ബ്ലൗസിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓരോരോ സെറ്റും ഓരോരോ റേറ്റ് ആണ്. നമുക്ക് പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം 1450. ബേസ്ഡ് ഓൺ ദ വർക്ക് നമുക്ക് റേറ്റ് വേരി ആവും. നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം സ്കേർട്ട് ആൻഡ് ടോപ്പ്. അപ്പോൾ ഈ സ്ഥാപനം എവിടെയാണെന്നാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കളറൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ വരണം. ഷോപ്പിൽ വരണമാണെങ്കിൽ വഴിയാണ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് ബാലരാമപുരം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുഴിവിള ടെക്സ്റ്റൈൽസ് വരുമല്ലോ, അതിനകത്തുനിന്ന് അകത്തോട്ടൊരു വഴി കിടപ്പുണ്ട്. അതൊരു അമ്പലത്തിൻ്റെ സൈഡിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ റയാൻസ് ഡിസൈൻ സ്റ്റുഡിയോ ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. അവിടെ എന്താണ് പറയുക കിട്ടില്ല കളക്ഷൻസാണ്. കുട്ടികളുടെ ആണെങ്കിൽ അമ്മമാരുടെ ആണെങ്കിൽ നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, എന്നാൽ ഇവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നേരിട്ട് വന്ന് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കണം, ബൾക്കായിട്ട് ഓർഡർ കൊടുക്കണം, എല്ലാവർക്കും ഇട്ട് നോക്കണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് വന്ന് ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്ഥലം ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് റയാൻസ് ഡിസൈൻ സ്റ്റുഡിയോ ഉള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. വരിക, നിങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും ചേർന്ന് അല്ലെങ്കിൽ നിങ്ങളെല്ലാ ഫംഗ്ഷൻസും കിട്ടിയില്ല ഡ്രസ്സോടുകൂടി അടിച്ചു പൊളിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.